ഇന്നൊരു ഞണ്ട് റോസ്റ്റ് ആണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന റോസ്റ്റാണ് കേട്ടോ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും എടുക്കുന്നില്ല, വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം ഉള്ളിയും തക്കാളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. നമ്മൾ ചട്ടിയിലാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്, മൺചട്ടിയിലും. അപ്പോൾ നമ്മൾ ആദ്യം എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഉള്ളി നന്നായിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ. 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളി നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള തക്കാളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ തക്കാളി ഒരെണ്ണം, ഉള്ളി ഒരു 2 എന്നിട്ട് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഞണ്ടൊക്കെ അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മുടെ ഞണ്ടും കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം അടച്ച് വെക്കട്ടെ. വേണമെങ്കിൽ കുറച്ചൊന്ന് വെള്ളം കൂടി ഉറ്റിച്ച് കൊടുക്കാം. ഞണ്ടിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും കേട്ടോ. എന്നാലും അടിക്ക് പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി നമുക്ക് അതിലേക്ക് ഉറ്റിച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഈ ഞണ്ട് റോസ്റ്റിന് മെയിനായിട്ട് വേണ്ടതാണ് കുരുമുളക് കേട്ടോ. അപ്പോൾ കുരുമുളക് പൊടിച്ചത് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീട്ടിലുണ്ടായിരുന്ന കുരുമുളക് എടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വറുത്തിട്ട് അതൊന്ന് പൊടിച്ചെടുത്തോട്ട് നമ്മൾ ലാസ്റ്റാണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിയില എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അതായത് റോസ്റ്റിലും അതുപോലെ ചിക്കനിലൊക്കെ ഇടുന്നൊക്കെ ഇഷ്ടമാണ്. കുറച്ച് മല്ലിയില ഉണ്ടായത് അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് കുറച്ച് നേരം പൊത്തി വെക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കുന്നത്. കുറേ കാലത്തിന് ശേഷം ഞണ്ട് കിട്ടുന്നതും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ ബൈ.